തുടരെ വരുന്ന റിപ്പോർട്ടുകൾ ഒരു വലിയ മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് കേരളമല്ല, അത് പഞ്ചാബാണ്. കേരളത്തിൽ മികച്ച എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങളുണ്ട്, പക്ഷേ പരിമിതികളും ഏറെയാണ്. നമ്മുടെ പോലീസോ എക്സൈസോ വിചാരിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പല വാർത്തകളിലായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവച്ച പല രീതികളുണ്ട്. എങ്ങനെയാണ് എയർ പാഴ്സൽ വഴി ഡ്രോപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രോപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിശ്ചിത സ്ഥലത്ത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ സംഘാംഗങ്ങൾ വഴി ഈ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. സംഗി പോലെയുള്ള ആപ്പുകൾ വഴി മൊബൈൽ ഫോണുകളിൽ മറ്റാരും കണ്ടുപിടിക്കാനാവാതെ സൈബർ വിഭാഗത്തിന് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആശയവിനിമയം നടത്തുന്നത്. ഇതിന് പുതുവഴികൾ തേടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സൈബർ തലമുറയാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഏത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കാളും വളരെ ശക്തിമത്തായതാണ്, വളരെ ശക്തി കൂടിയതാണ്, അതിനേക്കാൾ വലിയ അർത്ഥവത്തായതാണ് ജാഗ്രതയേറിയ നമ്മുടെ വീട്ടിലെ ഉമ്മയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ. അത് ഒരു സൈബർ ട്രാക്കിംഗ് വിദഗ്ധൻ്റെയും ശേഷി അതിനാവശ്യമില്ല. നിങ്ങളുടെ മകന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് വളരെ കൃത്യമായി ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക്, ഒരച്ഛന് അല്ലെങ്കിൽ ഒരു വാപ്പയ്ക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഒരു സഹോദരന് സാധിക്കും, ഒരു അധ്യാപകന് സാധിക്കും, നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്ന ഒരു കൂട്ടുകാരന് സാധിക്കും. അങ്ങനെ ഒരു കൂട്ടുകാരൻ, ഒരമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ, ഒരച്ഛൻ ഈ യുദ്ധത്തിൽ വലിയ പോരാളിയായി മാറുന്നു എന്നതാണ് ഈ യാത്രയിൽ റിപ്പോർട്ടർ TV കണ്ട ഏറ്റവും വലിയ മാറ്റം.